ഹലോ. നമ്മൾ നേരത്തെ പറഞ്ഞത്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് നമ്മൾ സെക്സ് ചക്രയെ കുറിച്ചൊക്കെ തന്നെയാണ്. ഇനി നമുക്ക് പറയേണ്ടത് ബേസിക് ചക്രയെ കുറിച്ചാണ്. ബേസിക് ചക്ര മൂലാധാര ചക്രം എന്നറിയപ്പെടുന്ന കുണ്ടലിനി ശക്തി ഉറങ്ങിക്കിടക്കുന്ന എന്നൊക്കെ യോഗിക് പാരമ്പര്യങ്ങളിൽ പറയപ്പെടുന്ന കുണ്ടലിനി ശക്തിയെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ആ ഫിസിക്കൽ ഫങ്ഷൻ, അതിനെക്കുറിച്ച് ബേസിക് ചക്രയുടെ ഫിസിക്കൽ ഫങ്ഷൻ, അത് നമ്മുടെ അസ്ഥി വ്യവസ്ഥകളെയും പേശി വ്യവസ്ഥകൾക്കും വേണ്ട ഊർജ്ജത്തെ ഭൂമിയിൽ നിന്ന് സ്വാംശീകരിച്ചെടുത്ത് അതിലേക്ക് ഡൈജസ്റ്റ് ചെയ്ത് ഡിഫറെൻറ്റ് കളേഴ്സാക്കി നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും നാഡികളിൽ കൂടെ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ദൗത്യം. അതായത് നമ്മുടെ ഓരോ കോശങ്ങളിലേക്കും ബേസിക് ചക്രയിൽ നിന്നാണ് എനർജി വരുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ മൊത്തം കോശങ്ങളെ കൊണ്ട് നിർമ്മിതമാണ് നമ്മുടെ ശരീരം അല്ലേ. അപ്പോൾ അതുകൊണ്ട് ബേസിക് ചക്രയുടെ പ്രവർത്തനം വളരെ അത്യാവശ്യമാണ്. അങ്ങനെ പറയുമ്പോൾ അത് മാത്രമാണ് അത്യാവശ്യം എന്നല്ല, എല്ലാ ചക്രകൾക്കും അതിൻ്റേതായ ധർമ്മങ്ങളും കണക്റ്റഡായിട്ട് നിൽക്കുന്നത്. ഇവരെല്ലാവരും പരസ്പരം കോർത്തിണക്കി നിൽക്കുകയാണ്, കൈകോർത്ത് പിടിച്ചിട്ടാണ്, ആ യൂണിറ്റോട് കൂടിയിട്ടാണ് നമ്മുടെ ബോഡിയെ നിലനിർത്തുന്നത്. അപ്പോൾ ഫിസിക്കൽ ഫങ്ഷൻ ബ്ലഡ് ഉണ്ടാക്കുന്നതും കൂടെയാണ്. അതിന് ബോൺ മാരോസിൽ നിന്നും ബ്ലഡ് ഉണ്ടാക്കി അതിൻ്റെ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഒക്കെ നിശ്ചയിക്കുന്നതും ഒക്കെ ഈ ബേസിക് ചക്ര എത്രമാത്രം കൃത്യമായി പ്രവർത്തിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ ബേസിക് ചക്രയുടെ വേറൊരു സ്വഭാവമാണ് ഇൻസ്റ്റിങ്ക്റ്റ് ഓഫ് സർവൈവൽ. നമുക്ക് നിലനിൽക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുക. ഭൂമിയിലെ ഏറ്റവും മികച്ച ആളായി, നല്ല സമ്പന്നനായി, നല്ല പ്രതാപത്തോടു കൂടി ജീവിക്കണം എന്നൊക്കെ നമുക്ക് താല്പര്യം ഉണ്ടാക്കുന്നത് ബേസിക് ചക്രയാണ്. ആ ബേസിക് ചക്ര വളരെ ആക്റ്റീവായിട്ട് ഡൈനാമിക്കായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, എനിക്ക് നല്ലപോലെ അധ്വാനിക്കണം, നല്ലപോലെ പണക്കാരനാവണം, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഉന്നതമായ തലങ്ങളിലേക്ക് എനിക്ക് എത്തണം, അതിനുള്ള ഒരു ആക്ടിവേഷൻ നമുക്ക് ഡൈനാമിക്സ് തരുന്നത് ബേസിക് ചക്രയാണ്. മാത്രമല്ല ഈ ബേസിക് ചക്ര തളർന്നു നിൽക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ മടിയനായിരിക്കും, അലസനായിരിക്കും, ലേസിനെസ് ഉണ്ടായിരിക്കും, ചെയ്യുന്ന ഒരു കാര്യവും പെർഫെക്റ്റായി ചെയ്യാൻ പറ്റില്ല. അവർ വിചാരിക്കും ഞാൻ എന്ത് ചെയ്താലും ശരിയാവണില്ലല്ലോ. അതിൻ്റെ ഒരു കാരണം ആ പ്രാക്ടിക്കലിറ്റി, ആ വേ ഓഫ് മൂവ്മെൻ്റ് ഒന്നും ശരിയാവാണ്ട് വരിക, ഭൂമിയായിട്ട് ബന്ധം കുറഞ്ഞു നിൽക്കുക, ഭൂമിയിൽ നിന്നും ശക്തമായ ഊർജ്ജത്തെ സ്വാംശീകരിച്ചെടുത്ത് നമുക്ക് വേണ്ട ഈ ശക്തികളെ, ഡൈനാമിക്സ് അല്ലെങ്കിൽ കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുന്നതാണ് ബേസിക് ചക്ര. ഇത് വളരെ ചെറുതായി നിൽക്കുന്ന ഒരു ലേസിനെസ് മാത്രമായിട്ട് നമ്മൾ കരുതാൻ പറ്റില്ല. ചില ആളുകളുടെ ബേസിക് ചക്ര നമുക്ക് സ്കാനിങ് എന്ന് പറയുന്ന ഒരു മെത്തേഡുണ്ട് നമ്മുടെ യോഗ പ്രാണവിദ്യയിൽ. കൈകൊണ്ട് അതിനെ സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ ലെവല്, ലെങ്ത് ഓഫ് ആൻഡ് സൈസ് ഓഫ് ദ ചക്രയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ ചക്ര ശരീരത്തിൽ തൊടാതെ തന്നെ ആ ചക്ര വളരെ ഡിപ്ലീറ്റായിട്ട് അതിൻ്റെ അൺറെഗുലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അണ്ടർ ആക്ടിവേറ്റഡ് ആയിട്ട് അത് നിൽക്കുകയാണെങ്കിൽ, ചെറുതായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് അവരെ പെട്ടെന്ന് തന്നെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. പല ആളുകളും സൂയിസൈഡൽ ടെൻഡൻസിയിലേക്ക് കടന്നു പോകുന്നത് ഈ ചക്ര ചെറുതാവുന്നത് കൊണ്ടാണ്. പണമില്ലാതെ ആവുന്നത് ഇത് ചെറുതാവുന്നത് കൊണ്ടാണ്. പണമില്ലാത്ത ആളുകൾ ഈ ബേസിക് ചക്ര ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പരിശീലിക്കണം. അത് ആക്ടിവേറ്റ് ചെയ്ത് അതിനെ സ്ട്രെങ്തൻ ആക്കുമ്പോഴാണ് നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഒരാളെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ബേസിക് ചക്രയെ നമുക്ക് സ്കാൻ ചെയ്ത് ഫീൽ ചെയ്തുകൊണ്ട് ശരീരത്തിൽ തൊടാതെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ബേസിക് ചക്ര അത് ഡിപ്ലീറ്റഡ് ആണെങ്കിൽ അത് അലസതയുടെയും സമ്പത്തില്ലായ്മയുടെയും ആ സർവൈവൽ, ഭൂമിയിൽ ഏറ്റവും മികച്ചായി നിൽക്കണമെന്ന് ഇല്ലായ്മയുടെയും ഒക്കെ പ്രതീകമായിട്ട് നമുക്ക് കണക്കാക്കാം. അത് നോർമലായിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. പിന്നെ അത് ഹൈപ്പർ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് അത് ചിലപ്പോൾ വലുതാവും പല കാരണങ്ങൾ കൊണ്ടും. അങ്ങനെ വലുതായാലും കുഴപ്പം തന്നെയാണ്. അത് നമുക്ക് ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാക്കും. വളരെ സ്പീഡിൽ എല്ലാം ഓടി നടന്ന് ഒരു സ്ഥലത്തിരിക്കാൻ തോന്നാത്ത പലതും ചെയ്തുകൊണ്ടിരിക്കുക, അസ്വസ്ഥരായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചില കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ല, ഒരു സ്ഥലത്ത് ഇരിക്കില്ല. അത് ബേസിക്കർ കൂടുതൽ ആക്ടിവേറ്റ് ആകുമ്പോഴാണ്. അപ്പോൾ ചിലത് അത് കുട്ടികളുടെ ഒരു ആക്ഷനാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അത് ഹൈപ്പർ ആക്ടിവിറ്റിയിലേക്ക് കടക്കുമ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട്, ശരിയാക്കി ബാലൻസ് ചെയ്യേണ്ടതുണ്ട്. ഹൈപ്പർ ആക്റ്റീവ് ആകുന്ന കുട്ടികളെയും നമുക്ക് കാണാം. എന്നാൽ മിടുക്കരായിട്ട് നല്ല ആക്റ്റീവായിട്ട് കളിക്കുന്നതല്ല ഉദ്ദേശിച്ചത്. അതിലും ഒരു കുട്ടിക്ക് ഒരു സ്ഥലത്തും ഇരിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുന്നത് കാണാം. അത് കരുതിക്കുട്ടി ചെയ്യുന്നതല്ല കുട്ടി. ഓരോ വികൃതികളൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവൻ്റെ വികൃതിയല്ല, അവനത് പറ്റാതെയാണ്, അവൻ അങ്ങനെ ചെയ്തു പോകുന്നതാണ്. അതായത് ഈ ബേസിക് ചക്ര അൺറെഗുലേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് അതിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് വളരെ ലളിതമായി നമുക്ക് പഠിച്ച് മനസ്സിലാക്കി അതൊക്കെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ യോഗ പ്രാണവിദ്യയിലേക്ക് കടന്നു വരാൻ, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കേണ്ട ആളുകൾക്ക് പഠിക്കാനും ഒക്കെ
സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. നമസ്തേ.